ഹലോ ഗൈസ്, ജയകൃഷ്ണൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവൻ്റെ റീസ്റ്റോറേഷനാണ്. നമുക്ക് ഇതൊക്കെ ശരിയാക്കി കൊടുക്കണ്ടേ അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ടിൻ്റെ പ്രിൻ്റ് നമ്മുടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ പ്രിൻ്റ് എടുത്തു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ഈ ഫ്രണ്ട് ഫുള്ള് റിമൂവ് ചെയ്യും. ഗ്ലാസ് ഇതുമ്പോൾ നിർത്താൻ പറ്റുമോ നോക്കും, നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അതും റിമൂവ് ചെയ്യും. അതിനല്ലേ പിന്നെ ഗ്ലാസ് ഉണ്ട്. പിന്നെ ബാക്ക് സൈഡ് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നെ ഇത് റിമൂവ് ചെയ്യാൻ തന്നെ കുറച്ച് പണിയുണ്ട്. നമുക്ക് ഈ ഷോൾഡറിങ്ങും കാര്യങ്ങളൊക്കെ ഇടിക്കണം, ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇടിക്കണം, അങ്ങനെ കുറച്ചധികം പണികളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിച്ച് നമുക്ക് നമ്മുടെ പണി തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൽ നിന്ന് കുറച്ച് വയറുകളും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ കാണിച്ചു തരാം, കുറച്ച് പണിയുണ്ട് കഴിച്ച്. അതൊക്കെ കുത്തിരുന്ന് നോക്കണം, എന്തായാലും കട്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ DRLൻ്റെ ലൈനാണത്. നോക്കിയും കണ്ട് കീറിയില്ലെങ്കിൽ വീണ്ടും DRL ഉണ്ടാക്കേണ്ടി വരും. DRL നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് അറ്റാച്ച് ചെയ്ത കാരണം കൊണ്ട് നമുക്ക് DRL പതുക്കെ എടുത്താൽ മതി. മാക്സിമം ഹെഡ്ലൈറ്റിൻ്റെ പോർഷനും നല്ല ഉറപ്പുണ്ട് കേട്ടോ, വിചാരിച്ചല്ല. അതിങ്ങനെ ആകെ പീസായിട്ട് എടുക്കണം. നമുക്ക് ഇതിൻ്റെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ മാക്സിമം ആക്കി എടുക്കണം. അത് പറ്റാത്തത് നമുക്ക് ഷോൾഡർ ചെയ്തെടുക്കും. ഈ ഷോൾഡർ ഗാനിൻ്റെ ഇത് ഞാൻ തപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കുറേ നാൾ ഇങ്ങനെ SMD ഷോൾഡർ ഗാനാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് മറ്റേ ബയോയിൽ അല്ലെങ്കിൽ മറ്റേ ഇതില്ല സംഭവം ടാഗ് ചെയ്തിടാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ കണ്ടിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ നമ്മളത് ടാഗ് ചെയ്തിടാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മളിത് സാധനങ്ങൾ കൂരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഷോൾഡർ ചെയ്തെടുക്കണം. നമ്മുടെ DRLൻ്റെ ലൈൻ പോയിട്ടുണ്ട്. DRLൻ്റെ ലൈനും പോയിട്ട് മുകളിലേക്ക് നമ്മുടെ ഫ്ലാഷറിൻ്റെ ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡാമേജ് ഇല്ലാണ്ട് എടുക്കണം. ഡാമേജ് ആയിക്കഴിഞ്ഞാൽ വീണ്ടും കണ്ട പണിയൊക്കെ നമ്മൾ വീണ്ടും എടുക്കണം. അപ്പോൾ നമുക്ക് പതുക്കെ ഓരോരോ പീസുകളായിട്ട് നമുക്ക് പറിച്ചെടുക്കാം. അതിൽ നമുക്ക് കുറച്ചൊന്ന് സ്പീഡാക്കാം. അപ്പോൾ കഴിച്ച് നമ്മളത് സക്സസ്ഫുള്ളി നമ്മുടെ DRL രണ്ടും സേഫായിട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇതിന് ചെറിയൊരു ഡാമേജ് പറ്റി. ബാക്കിലത്തെ LED കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയാണ്ടില്ലേ, അത് പൊട്ടിക്കാന്നുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ സേഫായിട്ട് ഓൾമോസ്റ്റ് സേഫായിട്ട് രണ്ട് DRL നമ്മളിത് വന്ന് സക്സസ്ഫുള്ളി ഊരി എടുത്തിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ DRL. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച കാരണം കൊണ്ട് നമുക്കിങ്ങനെ ഊരെടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ഉണ്ടല്ലോ വള്ളി പിടിച്ചാണ് അല്ല. ഇതാണ് DRL. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ എന്തായാലും പെട്ടെന്ന് തന്നെ വരും കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു പുതിയൊരു അസ്ത്രം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ DRL എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഫുള്ളായിട്ട് ഇടാം. അപ്പം നമുക്കിനി ഇതുമ്പോൾ നമുക്ക് ഈ ഊരെടുക്കാനുള്ളത്, ഈ ഫ്രണ്ട് മുതൽ നമുക്ക് ഇനി ഊരെടുക്കാനുള്ളത് ഒന്ന് ഈ ഗ്രില്ല്, കാരണം ഇത് കറക്റ്റ് സൈസിന് കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ലൈറ്റ് വിടണം. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഷേപ്പില്ലേ, ഈ സാധനം എടുക്കണം. ഇത് ഊരെടുക്കണോ വേണ്ടോ ഞാൻ ആലോചിക്കണുള്ളൂ. ഊരെടുക്കാം അല്ലേ. പിന്നെ ഈ അടിയിലത്തെ ലൈറ്റ്, ഇത്രേ നമുക്ക് ഈ ഫ്രണ്ടിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഊരിയപ്പോഴുള്ള വയറിങ്ങിൻ്റെ ഒരു കോലം, കണ്ടില്ലേ. അപ്പോൾ ഈ വയർ ഹെവി, കുറച്ച് കട്ടി കൂടിയ കോപ്പർ സൈസ് വയറാണ് കേട്ടോ. കണ്ടോ, കോപ്പറാണത്, മറ്റേ അലുമിനിയം ഒരു ഇതിനല്ല, ഇത് കോപ്പറാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇത് വരുന്നത്, കട്ടി വരുന്നത്. പിന്നെ മാത്രമല്ല കുറച്ച് ക്വാളിറ്റി കൂടിയതാണ്. അപ്പോൾ ഇത് നമ്മൾ സ്പീക്കറിടാൻ വേണ്ടി മേടിച്ചതാണ്. വയറില്ലാണ്ട് ഇപ്പോൾ ലൈറ്റിന് ഇട്ടതാണ്. നമ്മൾ ലൈറ്റിന് എപ്പോഴും ഇടുക ഇങ്ങനത്തെ വയറാണ്. ഇത് കനം കുറഞ്ഞ വയറാണ്, പക്ഷെ ഇത് ഒറ്റ ഇതിനകത്ത് ബോക്സാണ്. ഇത് ഒറ്റ ഇതായിട്ട് വരുന്നതല്ല. ഇത് നമ്മുടെ മറ്റേ ഇങ്ങനത്തെ കുഞ്ഞു വയറേ ഒറ്റ കമ്പിയായിട്ട് വരുന്നുണ്ട്. ഇത് ഒറ്റ കമ്പിയായിട്ട് വരുന്നതല്ല. ഇതിങ്ങനെ ഉള്ളിൽ മറ്റേ സാധാ വയറ വരുന്നതാണ്. അപ്പോൾ ഇതാണ് SMD ഷോൾഡർ ചെയ്യാൻ ഇതിനൊക്കെ നല്ലത്. നമ്മൾ ഒരുവിധം ക്ലാസ് കൂടെ തന്നെ നിർത്തിയിട്ടുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല എന്തോരം അതൊരു സക്സസ്ഫുൾ ആവുമെന്ന്. ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം ഊരേണ്ടി വരും. പിന്നെ നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് ഊരേണ്ടി വരും. നമ്മൾ തളയിക്കാൻ നമുക്ക് ഇവിടെ കുറച്ച് വർക്ക് ഉണ്ട്, കണ്ടല്ലേ. ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പുതിയത് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഉണ്ടാക്കാൻ ഫുൾ ബോഡി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അമർത്തി വെച്ചിട്ട് ഒട്ടിച്ച് പിന്നെ പുട്ടിയൊക്കെ ഇട്ട് സെറ്റാക്കുള്ളൂ. അത് നമ്മൾ മാക്സിമം ഇത് വന്ന് ഈ സ്റ്റിക്കർ കളയാത്ത രീതിയിൽ ചെയ്യാനാണ് നോക്കുന്നത്. കാരണം ഇത് പേപ്പർ സ്റ്റിക്കർ ആയതുകൊണ്ട്
കീറിയ കംപ്ലീറ്റ് സ്റ്റിക്കർ നമ്മൾ ഈ പെയിൻറ്റ് ഫുള്ള് ഉരയ്ക്കേണ്ടി വരും. അപ്പോൾ അത് അത്ര ആദ്യത്തെ അത്ര ഫിനിഷിങ്ങും ആവില്ല, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് ഇത്രയും ഇത് വരുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഏരിയ മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാർട്സ് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റീബിൽഡ് ചെയ്യാൻ പോണത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേറെ പുതിയ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ 3D പ്രിൻ്റർ വെച്ചിട്ട് മേക്ക് ചെയ്ത പ്ലാസ്റ്റിക്കിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഇത്രയാണ് വരുന്നത്. നമുക്കിനി ബാക്ക് പൊളിച്ചെടുക്കാം. ഇനി ഇതിനും കൂടുതൽ എന്താ പൊളിക്കാനുള്ളത്, ഒരുവിധം അവരെന്നെ പൊളിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ നിന്ന് എടുക്കാനുള്ളത് ഈ ലൈറ്റുകളാണ്. ലൈറ്റുകൾ കംപ്ലീറ്റ് ഒന്ന് ഇതാക്കിയില്ല. അപ്പോൾ നമ്മളിത് വേറെ കുറച്ചും കൂടി പടതാനം കയറ്റാം. അപ്പോൾ ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ കൂടി ഇരിപ്പുണ്ട് ഒരു സൈഡ്. അതന്നെ അല്ലേ, ഇതും സേഫായിട്ട് ഇതൊന്നും ഊരെടുക്കണം. സേഫ് ആക്കാനൊന്നുമില്ല, നിങ്ങൾ ഊരെടുക്കുക. അപ്പോൾ ഒന്നും വേണ്ട, ഇത്രേ ഉള്ളൂ. നമുക്ക് അണ്ടർ ബോഡിയിലത്തെ ഇത് ഒക്കെ നമ്മളിത് ഒന്ന് റിമൂവ് ചെയ്യണില്ല കേട്ടോ. നമ്മൾ ഇത് തന്നെ വെച്ച് പണിയാണ്. പൊട്ടിയിടുമ്പോഴാണ് കുറച്ച് പ്രശ്നം വരിക. കാരണം നമ്മളിത് ശരിക്കും വെള്ളത്തിന് പൈപ്പ് ഓൺ ചെയ്തിട്ടിട്ടാണ് ഈ ഉരയ്ക്കുക. കണ്ടില്ലേ, നമുക്കിത് ഫുള്ളായിട്ട് നമ്മൾ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയും. ഫ്രണ്ടിലത്തെ പോലെയല്ല, ഈ ഒരു പോർഷൻ ഫുള്ള് ഇതിൻ്റെ കൂടെ വരെ നമ്മൾ കട്ട് ചെയ്ത് കളയും. പിന്നെ അതേമാതിരി ഇവിടെയും കട്ട് ചെയ്തിട്ട് ഇവിടെ കുറച്ചധികം സീരിയസ് ഡാമേജുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതും പറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മറ്റേ ബാക്ക് വശം ഫുള്ള് നമ്മൾ പൊളിച്ചെടുത്തു. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ബാക്ക് സൈഡ് നമ്മൾ ഇതന്നെ റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കും. പറ്റിയില്ലെങ്കിൽ പറ്റാൻ ചാൻസ് ഇല്ല, എന്നാലും നമ്മൾ നോക്കും. കാരണം ഇതെടുക്കാൻ നമുക്ക് അത്ര പണി കുറവാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വണ്ടിയുടെ വീതി കുറച്ച് ഒന്ന് ചെറിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മെഷർമെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ചെയ്തത്. വിഷയമുള്ള കേസല്ല, നമുക്കിത് വേണ്ടി ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ഈ വയറൊക്കെ മുകളിലായിരുന്നു. ഇതിപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലറായില്ല, ഓക്കെ. ഇത് നമ്മുടെ ഈ സാധനങ്ങളില്ലേ, ഈ കൺട്രോളർക്ക് പോണ വയറാണ്. ഇതൊക്കെ നമ്മുടെ ചെയ്സറാണിത്. ഈ സൈഡിൻ്റെ ചെയ്സറാണിത്. അതൊരു 10 ചാനൽ ചെയ്സറാണ്. അപ്പോൾ ഇത് മുകളിൽ ഒട്ടിച്ചിരുന്ന വയറൊക്കെ ഇങ്ങനെ വയർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വയറാണ് വെറുതെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മുകൾ വശത്ത് ഇവിടെ ടോപ്പിൽ. അപ്പോൾ അത് മൊത്തമായിട്ട് ഇടിഞ്ഞൊളിഞ്ഞ് നിലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ വരുന്നത്. വരുന്ന പീസൊക്കെ കിടക്കുന്ന പീസുകളൊക്കെ നമ്മുടെ വണ്ടിയുടെ ഈ സൈഡ് വശത്ത് പൊട്ടിയ ഇടുമ്പോൾ ബ്ലറായി സൈഡ് വശത്ത് പൊട്ടിയ പീസുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് വണ്ടിയുടെ ഉള്ളിൽ ഇട്ടെന്നുള്ളൂ, മിസ്സാവണ്ടെന്ന് വെച്ചിട്ട്. നമുക്ക് ബാക്കിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ളത് ഇത് ഇനി ഇതാണ് അല്ലേ, ഈ നമ്മുടെ ബാക്കിലത്തെ ലൈറ്റും ഈ ലൈറ്റ് നമ്മളൊന്ന് മാറ്റും കേട്ടോ. മാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ വെറുതെ ജസ്റ്റ് ലൈറ്റ് കത്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ഈ വൈറ്റ് ഫ്ലാഷറിൻ്റെ ഒപ്പമാണ് നമ്മുടെ അണ്ടർ ബോഡിയൊപ്പം. പിന്നെ മറ്റേ ഈ റെഡിന് നമ്മൾ പുറത്ത് അക്കറിലേക്ക് കൊടുത്തിട്ട് ചെറിയ ഡിസൈനൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റപ്പാക്കി എടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ അപ്പുറത്തെയും ഇതാണ് നമ്മുടെ അണ്ടർ ബോഡിയിൽ യൂസ് ചെയ്തുള്ള സ്ട്രിപ്പ്. ഇത് കുറച്ച് ക്വാളിറ്റി നല്ല ബ്രൈറ്റ്നെസ്സുള്ള സ്ട്രിപ്പാണ്, ഗോൾഡും ഗോൾഡൻ യെല്ലോയും വൈറ്റും. അപ്പോൾ ഇതൊന്നും നമ്മൾ വണ്ടിയിൽ നിന്ന് മാക്സിമം റിമൂവ് ചെയ്യാണ്ടിരിക്കാനുള്ള വഴി നോക്കും. കാരണം നമുക്ക് അത്രയും പണി പറഞ്ഞു കിട്ടിയല്ലോ. നമ്മളിത് ഇവിടെയാണ് വരുന്നത്, ഇവിടെ തന്നെ നൈസായിട്ട് വെച്ചാണ്ട് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ബാക്ക് സൈഡ് ഇപ്പോൾ നമുക്കിനി ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇനി വർക്ക് വരുന്നത് ബാക്ക് ഉണ്ടാക്കണം, ഫ്രണ്ട് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ഈ സാധനം ഈ പറഞ്ഞ ഗ്രില്ലും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രില്ല് ദൂരെടുക്കണം. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഇതിൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കണം. ഇതിൻ്റെ ഫുള്ള് റീസ്റ്റോറേഷൻ വീഡിയോ നമ്മളെന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ചെയ്യണതും സൈഡിൽ ഇതാക്കണതും ഒക്കെ നമ്മൾ മാക്സിമം ഈ സ്ട്രിപ്പ് ഈ സ്റ്റിക്കർ കേടാവാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. കാരണം ഇത് പേപ്പർ ആയതുകൊണ്ട് തന്നെ മുകളിൽ കൂടെ നമ്മൾ ക്ലിയർ അടിച്ചിട്ടുണ്ട്. പേപ്പർ ആയതുകൊണ്ട് തന്നെ ഈ സാധനം പറിച്ചെടുത്താൽ ലോഗോ വൃത്തിയാടും. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടെ ഒട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു വണ്ടി ഉണ്ടാക്കി ചെയ്യണം അതേ ഇത് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ അത് അത്രയും മെനക്കേത് മാത്രമല്ല, ഈ വണ്ടിയുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ വീണ്ടും വെള്ളം ഒഴിച്ച് മറ്റേ പ്രൈമർ അടിച്ച് വെള്ളം ഇതാക്കി അതൊക്കെ ആകുമ്പോൾ ഭയങ്കര അലമ്പാവും. ഉള്ളിലത്തെ ലൈറ്റുകളൊക്കെ ഇടാൻ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ലൈറ്റുകളൊന്നും ഉണ്ടാവില്ല. ഈ ലൈറ്റുകളൊക്കെ ഇത് നമ്മൾ പൊട്ടിയിട്ടതിന് ശേഷമാണ് ഈ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ ലൈറ്റുകൾ ഡാമേജ് ആകും, മറ്റേ വെള്ളമൊക്കെ വെള്ളം ടോർച്ചാൽ ഇത് സ്മൂത്ത് ആവുള്ളൂ.
അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ശ്രദ്ധിച്ച് വരയ്ക്കണം, ഇവിടെ കവർ ചെയ്ത് സീൽ ചെയ്ത് വരയ്ക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ ഫുൾ റെജിസ്ട്രേഷൻ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ ചെയ്തോളൂ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാണാം.